ശ്രീ അരുൺ മോഹൻ, താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് സണ്ണി എം കബിക്കാടിനെതിരെ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. പല മാധ്യമങ്ങൾ പോലും ഈ വാർത്ത കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. എന്താണ് അങ്ങ് പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി? കേൾക്കാമോ? കേൾക്കാം. ഞാൻ നൽകിയ പരാതി കൃത്യമായി BNS 299 ഡെലിബറേറ്റ് ആൻഡ് മലീഷ്യസ് ഇന്റൻഷൻ, റൈറ്റ്. മറ്റൊന്ന് BNS 302 മതവികാരം വ്രണപ്പെടുത്തൽ. നോർമലി നമ്മൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കണ്ടുവരുന്നതാണ് ഇത്തരത്തിലുള്ള ചെറിയ ചില പരാമർശങ്ങൾ 302 പ്രകാരം. കൂടാതെ 196, അതായത് വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം വമിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണം നടത്തി മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന നിലയിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ആദ്യം സൂചിപ്പിച്ച 299 ഡെലിബറേറ്റ് ആൻഡ് മലീഷ്യസ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കേരളത്തിലെ ശബരിമലയിൽ നമുക്കറിയാം, ആ വിവാദമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജോലി ചെയ്യേണ്ടുന്ന നിർബന്ധിതനായ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാവണം കരഞ്ഞുകൊണ്ട് അയ്യപ്പസ്വാമിക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച ശ്രീ എസ് ശ്രീജിത്ത്. അദ്ദേഹം ഇന്ന് കേരള DGP ആണ്. ഈ വിഷം വമിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയ പൈലിക്കെതിരെ, സണ്ണി എം കബിക്കാട് എന്ന പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാര്യം ആ പേരിൽ മഹാനായ ഒരു മനുഷ്യൻ വേറെ ഉണ്ട്, ആ കോട്ടയത്ത് തന്നെ ഉണ്ട്. ആ പേര് സ്വീകരിച്ചാൽ ഇനി 10 പേര് വിളിച്ച് തന്നെ പൊന്നാടയിട്ട് സ്വീകരിക്കുമോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ പേര് സ്വീകരിച്ചാണ്. അതിന്റെ ഹിസ്റ്ററിയിലേക്ക് ഞാൻ വരാം. ഈ പൈലിക്കെതിരെ ബോധപൂർവം ഹൈന്ദവ അവഹേളനം നടത്തിയ, ഹൈന്ദവ അവഹേളനം മാത്രമല്ല, കോടാനുകോടി ഭക്തജനങ്ങൾ, മുമ്പ് നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ ജീവശ്വാസമായി കാണുന്ന അയ്യപ്പൻ, അഹം ബ്രഹ്മാസ്മി എന്ന തത്വമസി എന്ന വാക്യത്തെ ഏറ്റവും ലളിതമായ രീതിയിൽ എന്നിലും നിന്നിലുമുള്ളത് ഈശ്വരനാണെന്ന് മനസ്സിലാക്കാൻ മാലയിട്ട കാലം മുതൽ പരസ്പരം അയ്യപ്പ എന്ന് അഭിസംബോധന ചെയ്യുന്ന ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ വിശ്വാസ പ്രമാണം പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കി എല്ലാ മതവിശ്വാസത്തിലും പെടുന്ന, എല്ലാ ജാതിയിലും പെടുന്ന എല്ലാ മനുഷ്യരും ഒരുമിച്ച് വന്ന് ആശ്രയ കേന്ദ്രമായി, അഭയകേന്ദ്രമായി കാണുന്ന എൻ്റെ സ്വന്തം ജില്ലയിൽ എൻ്റെ അയ്യപ്പൻ. ഇത് തന്നെയാണ് ഈ ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് പറയാനുള്ളത്. ഇത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കാൻ തയ്യാറായത്. ഒരു കാര്യം എനിക്ക് 100% ഉറപ്പുണ്ട്, ഒരു പരാതി കൊടുത്തതിന് ശേഷം ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം, കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ഞാൻ പരസ്യമായി എൻ്റെ പേരും എൻ്റെ വീട്ടുപേരും എൻ്റെ അഡ്രസ്സ് എൻ്റെ ഫോൺ നമ്പർ സഹിതം വെച്ചിട്ടാണ് ഞാനത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തത്. സമാന ചിന്താഗതിക്കാരായ മനുഷ്യർ ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന്റെ അഡ്രസ്സ് തപ്പി നോക്കിയ സമയത്ത് ആദ്യം വൈക്കത്തായിരുന്നു, പിന്നെ തലയോലപ്പറമ്പിലോ മറ്റോ ആയിരുന്നു, പിന്നെ അവിടുന്ന് ചാടി മറ്റേതോ സ്ഥലത്തൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം ഏതായാലും തപ്പിയെടുത്തു. പിൻകോഡ് സഹിതം അഡ്രസ്സ്, അദ്ദേഹത്തിന്റെ കൂടി അഡ്രസ്സ് സഹിതം പരാതി കൊടുക്കുന്നതിന് വേണ്ടി അതാത് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുക്കുന്നതിന് വേണ്ടി. കാര്യം ഇത് കേട്ടിട്ട് മനസ്സ് വ്രണപ്പെട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഈ ടേം അവസാനിപ്പിക്കാം. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളിലെ പ്രമുഖരെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാരും തന്നെ ഈ മതവിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷകർ എന്ന് വിളിച്ചു കൂവിയ ഒരു മനുഷ്യനും പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കേരളത്തിലെ മുഖ്യധാര മാപ്രകളാരും, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, ഇപ്പൊ സൂചിപ്പിച്ചു പോവാം, മുഖ്യധാര മാധ്യമങ്ങൾ, അങ്ങനെ തന്നെ വിളിക്കുകയാണ്, ഒരൊറ്റ മാധ്യമങ്ങൾ ഈ തരത്തിൽ ജന TV അല്ലാതെ ഇതിനെ ഗൗരവകരമായ വിഷയമാക്കി ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. നേരെ മറിച്ച് പ്രവാചകനെയോ മുഹമ്മദ് നബിയോ നേരെ ഒരു വാക്കായിരുന്നു ഇന്ന് സണ്ണി എം കബിക്കാടിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നെങ്കിൽ ഉണ്ട ചോറിന് കൂറ് കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന മനുഷ്യൻ അത് പറയാൻ സാധിക്കുന്നുള്ള ഒരു യാഥാർത്ഥ്യം, നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ കയ്യോ കാലോ തലയോ കേരളത്തിൽ ഉരുളുമായിരുന്നു. അപ്പോൾ ചർച്ച ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് മാറുമായിരുന്നു. ഈ ഹിന്ദു ഇതെല്ലാം സഹിച്ച് നിശബ്ദനായി കണ്ടുകൊണ്ടിരിക്കുന്നവന്റെ തലയ്ക്ക് വീണ്ടും വീണ്ടും കൊട്ടി തെരുവിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കേരളം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ടൂളായി മാത്രം പ്രവർത്തിക്കുകയാണ് അയാള്. മറ്റൊരു കാര്യമുള്ളത്, രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗത്തുനിന്ന് സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയാം. അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയിപ്പം പ്രളയകാലം കഴിഞ്ഞതിന് ശേഷം ഇനി എല്ലാവർക്കും ശബരിമലയിലേക്ക് കയറാം എന്ന് ഉച്ചൈസ്തരം കൊട്ടിഘോഷിച്ച സ്വരാജ് നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ ബ്രഹ്മചര്യം എന്താ ഇളകുമോ സ്ത്രീകൾ കയറിയാൽ എന്ന് ചോദിച്ച മുൻ MP ആയ TN സീമ നമ്മുടെ മുന്നിലുണ്ട്. ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഇനി അഥവാ എന്തെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ അത് നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രശാന്തിന്റെ രക്തസ്രാവത്തെ തുടർന്ന് അയ്യപ്പ കോപം എന്നൊരു ടേം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്, ഞാൻ വിശ്വാസിയാണ്. ആ വിശ്വാസത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും,
ഈ ശബരിമലയെ കട്ടുകൊണ്ടുപോയ പ്രശാന്തിന്റെ തലയിൽ രക്തസ്രാവം ഉണ്ടായി മെഡിക്കൽ കോളേജിൽ ഒരു മനുഷ്യനെ മെഡിക്കൽ കോളേജിലേക്ക് കയറ്റുമ്പോൾ പൂർണ്ണ വിധി വന്നാൽ അങ്ങനെ പറയാമോ ഇങ്ങനെ പറയാം രണ്ടാമത്തെ വിഷയമാണ്. പക്ഷേ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള കവിക്കാടുമാരെ കൊണ്ട് കേരളത്തിൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് നയിക്കുവാൻ, കേരളത്തെ കലാപ കലുഷിതമാക്കുവാനുള്ള ബോധപൂർവമായ പരിശ്രമം ഈ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിന് പിന്നിലുണ്ട്. കാര്യം ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു സ്ഥലത്താണ് അദ്ദേഹം ഇത് സംസാരിച്ചിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം.